ഇപ്പോൾ ഡയറക്റ്റ് ഒരു ഏറ്റുമുട്ടലാണ് നടക്കുന്നത് ഷോൺ. മാത്യു കുഴൽനാടൻ ഇതുപോലെ ശബ്ദം വെച്ചപ്പോൾ, മാത്യു കുഴൽനാടൻ്റെ ശബ്ദം കനത്തപ്പോൾ അതിനെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്തതെന്ന് നമ്മുടെ മുന്നിലുണ്ട്, ഏത് രീതിയിലാണ് ഇടപെട്ടത് എന്ന്. ഇപ്പോൾ ഷോൺ ജോർജ് ഇപ്പോൾ ഇതാ BJP-യിൽ അംഗത്തെടുത്തിരിക്കുക. ഇപ്പം നിങ്ങളാണ് ഇപ്പോൾ മുഖ്യ ശത്രു, മിസ്റ്റർ PVയുടെ കാരണഭൂതൻ്റെ. അപ്പോൾ എന്തു അച്ഛനെ പിന്നെ പുലർച്ചെ തൂക്കിക്കൊണ്ടുപോയതാ. അതുപോലെ എന്തെങ്കിലും ഒരു കേസ് ഉണ്ടാക്കാൻ ഇവർക്ക് അധികം സമയം എടുക്കേണ്ടതില്ല. അങ്ങനെ ഭയം വല്ലതും ഉണ്ടോ ഷോടെ? എനിക്കൊരു ഭയമില്ല ചേട്ടാ. ഞാൻ എൻ്റെ അപ്പൻ്റെ പേര് PC ജോർജ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ തൻ്റെടമായിട്ട് തന്നെ ഇത് ഇപ്പൊ നിങ്ങൾക്കെല്ലാം അറിയാം, ഞാനാണ് ഇതിന്റെ ഒരു സൈഡിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഞാനാണ് പെറ്റീഷൻ എന്ന് നിങ്ങൾക്ക് അറിയാം. ഞാൻ 9ാം മാസത്തിൽ പരാതി കൊടുക്കുമ്പോൾ ഇത് അറിയാമായിരുന്നത് പ്രതികൾക്ക് മാത്രമാണ്. ഇവരോട് എക്സ്പ്ലനേഷൻ ചോദിക്കുന്ന സമയത്തും പ്രതികൾക്കോട് എക്സ്പ്ലനേഷൻ ചോദിക്കുന്ന സമയത്തും ഒക്കെ പ്രതികൾക്ക് അറിയാമായിരുന്നു ഞാൻ പെറ്റീഷനാണെന്ന്. പക്ഷെ അന്ന് ഞാൻ ധൈര്യമായിട്ട് തന്നെ ഈ നാട്ടിൽ കൂടെ നടന്നത്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഭയം എനിക്കില്ല. ഞാൻ പത്രസമ്മേളനം നടത്തിയപ്പോൾ ഞാൻ ആകപ്പാടെ ഒരു പത്രസമ്മേളനം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളൂ. ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇല്ലെങ്കിലും ഈ കേസ് കൊണ്ടു നടക്കാൻ 5 പേരെ ഞാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 5 പേരെ ഒരു തരത്തിലും പുറകോട്ട് പോകില്ല എന്ന് എനിക്ക് ഉറപ്പുള്ള 5 പേരെ ഞാൻ ഇല്ലെങ്കിൽ പോലും ഈ കേസ് നടത്താൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് എത്തേണ്ടടുത്തെത്തും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഞാനിപ്പോൾ പറഞ്ഞു വന്ന കാര്യം ഒന്ന് പൂർത്തീകരിച്ചോട്ടെ. കാരണം KSIDC-യായി ബന്ധപ്പെട്ട് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇതിനകത്ത് CMR-ൽ പോലും ഒന്നുമല്ലാത്ത ആകുന്ന രീതിയിലേക്ക് കൃത്യമായ അന്വേഷണം നടന്നാൽ കേരള സംസ്ഥാനത്ത് ഒരു കൊള്ളസങ്കേതം നടത്തുകയായിരുന്നു KSIDC കഴിഞ്ഞ കാലങ്ങളിൽ എന്ന് കൃത്യമായി ബോധ്യപ്പെടും. അതിനെല്ലാം കൃത്യമായ ഇടപെടൽ മുഖ്യമന്ത്രിയുടെ മകളുടെയും മുഖ്യമന്ത്രിയുടെയും ഇടപെടൽ KSIDC-ക്ക് ഈ കൊള്ളയ്ക്ക് മുഴുവൻ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അത്തരം കാര്യങ്ങളിലേക്ക് അന്വേഷണം അടുത്തപ്പോൾ KSIDC-യിൽ ഇന്നലെ വന്നപ്പോഴാണല്ലോ ഇത്രയും കാലളകുകയും ഈ കോടതിയെ സമീപിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഞാൻ ആദ്യമേ പറഞ്ഞു, 31-ാം തീയതി ഓർഡർ ഇറങ്ങിയതാണ്. അത് കഴിഞ്ഞ് എത്ര വർക്കിംഗ് ഡേ കിട്ടി? ഒറ്റ വർക്കിംഗ് ഡേയിൽ ഇവർക്കാർക്കും ഒരു കോടതിയും സമീപിച്ചില്ല. എന്തുകൊണ്ട് ഇത്ര പെട്ടെന്ന് ഈ ആകുലത ഉണ്ടായി? ആ ആകുലതയുടെ കാരണം KSIDC-യാണ്. KSIDC-യിലാണ് ഇതിന്റെ കാമ്പുള്ള, ഇനിയും കേരളക്കരയ്ക്ക് ഞെട്ടുന്ന രീതിയിലുള്ള വിവരങ്ങൾ KSIDC-യിൽ നിന്നും വരാനുണ്ട്. അതിന്മേൽ കൃത്യമായ അന്വേഷണം നടന്നാൽ, ഇപ്പൊ ഒരു കാര്യം ആളുകളെല്ലാവരും ആകുലപ്പെടുന്ന ഒരു കാര്യമാണ്, കൃത്യമായ അന്വേഷണം നടക്കുവോ? അന്വേഷണം കൃത്യമാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയല്ലേ ഇന്നത്തെ കേസ്?